ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് കാർത്തിക്. എനിക്ക് 15 വയസ്സുണ്ട്. എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെയും എൻ്റെയും കഥയാണ് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത്. എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേയുള്ളൂ. അച്ഛനൊരു വക്കീലാണ്. അമ്മ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചതാണ്. ജോലി ആവുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് ജോലിക്കൊന്നും പോയില്ല. എനിക്ക് 10 വയസ്സൊക്കെ ആയപ്പോൾ അമ്മ ഇവിടെ അടുത്തുള്ള ടൗണിൽ ഒരു ബ്യൂട്ടി പാർലർ ഷോപ്പ് തുടങ്ങി. ഇപ്പോൾ അത് നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഷോപ്പ് തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അമ്മയിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു. അമ്മ ജോലിക്ക് പോവാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊന്നും നല്ലതുപോലെ നടക്കുന്നില്ല. എൻ്റെ അച്ഛനൊരു പാവമാണ്. വീട്ടിലെ ജോലികളും എൻ്റെ കാര്യങ്ങളും പലപ്പോഴും ചെയ്യുന്നത് കൊണ്ട് അച്ഛന് ചില ദിവസങ്ങളിലൊന്നും ജോലിക്ക് പോവാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ പേരിലെല്ലാം ഇപ്പോൾ സ്ഥിരം വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. വഴക്കുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ സോൾവ് ചെയ്യുമായിരുന്നു. ഇതെല്ലാം കട തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ നടന്നതാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. കട തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അമ്മയും അച്ഛനും ഇപ്പോൾ വെറും അപരിചിതരെ പോലെയാണ് പെരുമാറുന്നത്. ഏകദേശം 1 കൊല്ലം ആയിട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ ആയിട്ട്. ഇതിനെല്ലാം കാരണം അമ്മയുടെ ഒരു കൂട്ടുകാരിയാണ്. അവരുടെ പേര് സുമിത്ര എന്ന്. അവർ അമ്മയുടെ കൂടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. അങ്ങനെയാണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത്. ഒരു സിനിമാ നടിയുടെ സൗന്ദര്യമാണ് അവർക്ക്. നല്ല വെളുത്തിട്ടാണ്. കാഴ്ചയിൽ ഒരു 30 വയസ്സൊക്കെ തോന്നും. ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അമ്മയും സുമിത്ര ചേച്ചിയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അച്ഛനെ പറ്റിയാണ് അവരുടെ സംസാരം. അച്ഛന് വിഷമം വരുന്ന കാര്യങ്ങൾ ചെയ്യണം, അതാണ് അവരുടെ ഉദ്ദേശമെന്ന് സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് സുമിത്ര ചേച്ചി അമ്മയോട് പറയുന്നത്, നിങ്ങൾ തമ്മിൽ വേർപിരിയണം. അതിന് എനിക്കും താല്പര്യമാണ്. എന്നാൽ ഞങ്ങൾ വേർപിരിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ മോൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ പോകും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോഴാണ് സുമിത്ര ചേച്ചി അമ്മയോട് പറയുന്നത്, നിങ്ങൾ വേർപിരിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന്. ആ ചേച്ചി എന്നെ കണ്ടെന്ന് തോന്നുന്നു, അതാണ് അങ്ങനെ പറഞ്ഞത്. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൂടെ ചേച്ചി വന്നു കേട്ടോ. പതിവിലും വിപരീതമായി അന്ന് വന്നപ്പോഴേ ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നു. അന്ന് വരെ എനിക്ക് ഒരു മിഠായി പോലും വാങ്ങിക്കൊണ്ട് വരാത്ത ആളാണ്. ഇന്ന് വന്നപ്പോൾ എന്തൊക്കെയോ കുറേ സാധനങ്ങളും ഡ്രസ്സുകളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് ചേച്ചി എൻ്റെ അടുത്തിരുന്ന് കുറെ സംസാരിച്ചു കേട്ടോ. എന്നോട് വളരെ അടുപ്പം കാണിക്കുകയും എല്ലാം ചെയ്തു. ഞാൻ പോലും അറിയാതെ എനിക്ക് ചേച്ചിയോടുള്ള വിരോധമെല്ലാം മാറി. പിന്നെ ചേച്ചി എപ്പോൾ വന്നാലും എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കും. അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടായി. അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും എന്തൊരു ഇളക്കമാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ റൂമിലാണ്. അപ്പോഴാണ് ചേച്ചി വരുന്നത്. ചേച്ചി എൻ്റെ റൂമിലേക്ക് വന്നു. കയ്യിൽ നല്ല വിലയുള്ള ഒരു ഫോണുമുണ്ട്. ഇത് നിനക്കാണെന്ന് പറഞ്ഞ് ചേച്ചി അതെനിക്ക് തന്നു കേട്ടോ. എനിക്ക് നല്ല സന്തോഷമായി. ഒരു ഫോൺ വേണമെന്ന് എനിക്ക് കുറെ നാളായിട്ട് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ നിനക്ക് ഇതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അടുത്തിരുന്ന് ചേച്ചി ഫോണിലെ ഓരോ കാര്യങ്ങളും പറയാൻ തുടങ്ങി. നടുക്കുള്ള ആ വര എനിക്ക് നല്ലതുപോലെ കാണാം. ഞാൻ ഫോണിൽ ശ്രദ്ധിക്കാതെ അത് നോക്കി ഇരിക്കുകയാണ്. അത് ചേച്ചി കണ്ടു. ചേച്ചി ഫോൺ അവിടെ വെച്ചിട്ട് കോലിൻ്റെ മുകളിൽ കൈവച്ചു. പിന്നെ അത് മുഴുവനായിട്ട് കയ്യിലെടുത്തു. മോന് മോൻ്റെ അമ്മയെ ഒരിക്കലും വിഷമിപ്പിക്കില്ല എന്ന് ചേച്ചിക്ക് വാക്ക് തന്നാൽ മോന് ഇഷ്ടമുള്ളതെല്ലാം ഈ ചേച്ചി തരും. കൂട്ടുകാരെ, ഈ കഥയുടെ ബാക്കി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. വീഡിയോ മിസ്സാവാതിരിക്കാൻ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.